ഗൈസ് വെൽക്കം ബാക്ക്. നമ്മളുണ്ടല്ലോ കുറച്ച് കാലത്തിന് ശേഷം നമ്മളൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളതാണ്. അതായത് നോർത്ത് ഇന്ത്യക്കാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ, അതായത് പ്രത്യേകിച്ച് എൻ്റെ നാട്ടിൽ പാലക്കാടാണ് ഏറ്റവും കൂടുതൽ മാംഗോ ഉണ്ടാകുന്നത്. മുതലമട ആ സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ മാങ്ങ ഉണ്ടാകുന്ന സ്ഥലം. അപ്പോൾ മാങ്ങ കൊണ്ട് നോർത്ത് ഇന്ത്യക്കാർ പറയുന്ന മാംഗോ പപ്പട്, അതായത് ആ ഒരു രീതിയിൽ പപ്പടം പോലെ ഒരു രീതിയിൽ ഒരു സാധനം നമ്മൾ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരാൾ തന്നിട്ടുള്ള റെസിപ്പിയാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനമാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ മറക്കാതെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തുക. എങ്കിൽ മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വെറൈറ്റി ആയിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. മറക്കരുത്. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വാ. ശരി, അപ്പോൾ നമ്മളുണ്ടല്ലോ ഇവിടെ 1 കിലോ മാങ്ങ എടുത്തിട്ടുണ്ട്. ഓക്കെ, 1 കിലോ മാങ്ങ പഴുത്ത മാങ്ങയാണിത്. ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയത്തില്ല, കാരണം ഇത് എന്ത് മാങ്ങയെന്ന് അറിയത്തില്ല, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതേപോലെ ഇത് ഒരു 2-3 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് പഞ്ചസാര, കുറച്ച് നെയ്യ്, ഇത്രയും സാധനം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് നമുക്കുണ്ടല്ലോ ഈ പഴുത്ത മാങ്ങ കണ്ടു കഴിഞ്ഞാൽ തന്നെ പല കഥയാണ് ഓർമ്മ വരുന്നത്. പണ്ട് നാട്ടിലൊക്കെ നമ്മൾ മാങ്ങയുടെ സീസണായി കഴിഞ്ഞാൽ രാവിലെ എണീച്ചാൽ ഓടിപ്പോവും അടുത്തുള്ള മാങ്ങ മരത്തിൽ പോയി അതിന് താഴെ. ഇപ്പൊന്നും അങ്ങനെ ഓടിപ്പോകാനോ മാങ്ങ എടുത്തിട്ട് വരാനോ ആൾക്കാർക്ക് ആർക്കും സമയമില്ല. അതുപോലെ പണ്ടൊരിക്കൽ മാങ്ങ അടുത്തുള്ള തൊടിയിൽ നിന്ന് എറിയാൻ പോയിട്ട് കൂടെ നിന്നുണ്ടായിരുന്ന ഒരുത്തൻ്റെ തലയടക്കം പൊട്ടിച്ച കഥയുണ്ട്. അവനെങ്ങാനും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവൻ ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ തോലൊക്കെ ഒന്ന് കളയാം. അതുപോലെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കട്ടെ കേട്ടോ ഞാൻ എന്നാൽ പിന്നെ. അപ്പോൾ ഗൈസ്, നമ്മളുണ്ടല്ലോ പഴുത്ത മാങ്ങേനെയും മിക്സിയിലിട്ടിട്ട് തോലൊക്കെ കളഞ്ഞ് മിക്സിയിലിട്ട് അരച്ചിട്ടുണ്ട്. അതുപോലെ പച്ചമാങ്ങേനെയും മിക്സിയിലിട്ട് അരച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ അതല്ലാതെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ പ്രിപ്പറേഷൻ, നാരങ്ങ നീരെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളത് പ്രിപ്പറേഷൻ ചെയ്യാൻ പോവാണ്. നമ്മൾ കല്ലിൽ പാത്രം വെച്ച് ചൂടാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഹീറ്റായാൽ മതി. ഹീറ്റായതിന് ശേഷം നമുക്ക് ഈ പഴുത്ത മാങ്ങ നമ്മൾ മിക്സിയിലിട്ട് അരച്ച്, നിങ്ങൾ മാങ്ങ പലതരത്തിലുണ്ടാവും. അതിൽ 4 വല്ലതോ കൂടുതലുള്ളതാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അരിപ്പിയിലിട്ടിട്ട് അരിച്ചെടുക്കുന്നത് നല്ലതാണ്, ഓവർ ഹീറ്റ് ആവണ്ട. പിന്നെ അത് വെള്ളം ഒഴിക്കാതെ നിങ്ങൾ അരച്ചെടുക്കാൻ നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിതിനൊന്ന് എടുത്തിട്ട് ഇതൊന്ന് ആദ്യം ഈ പഴുത്ത മാങ്ങീനെ നമ്മൾ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിലിട്ട് നല്ല രീതിയിൽ ഒന്ന് ചൂടാക്കി എടുക്കണം. ഓക്കെ ഗൈസ്, നമ്മൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് കൂടുതൽ വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ചൂടായതിന് ശേഷം നമ്മൾ പച്ചമാങ്ങ നമ്മൾ നേരത്തെ, കാരണം ഇത് ഓൾറെഡി മാങ്ങ നല്ല മധുരമുള്ളതാണ്. അപ്പോൾ അതിലോട്ടൊരു ചെറിയൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പച്ചമാങ്ങ ചേർക്കുന്നത്. അതുപോലെ നമ്മളെടുത്ത പച്ചമാങ്ങ പോരെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ലെമണിൻ്റെ സിറപ്പ് ചേർക്കുക. ഞാൻ ഒരു ലെമൺ പിഴിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാനെന്തായാലും ഒരു 2 ടേബിൾ സ്പൂണ് ഇതിലൊഴിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിന് കുറച്ചുകൂടെ നല്ല രീതിയിലൊരു മധുരവും ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാര. ഓക്കെ, ഞാനൊരു 3/4 കപ്പ്, നിങ്ങൾക്ക് മധുരം എത്ര വേണോ അതിനനുസരിച്ച് കൊടുക്കാം. ഞാനൊരു 3/4 കപ്പ് ഇതിലിട്ടിട്ടുണ്ട്. പിന്നെ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 10 മിനിറ്റ് നമ്മളിതിനെ ഇങ്ങനെ വെക്കണം. അപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു ഒട്ടി ഒരു പശ രീതിയിൽ വരും. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ഇറക്കി വയ്ക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് ചൂടാക്കിക്കൊണ്ടിരിക്കുമ്പോണ്ടല്ലോ ഈ ബബിൾസ് ഇങ്ങനെ വന്നിട്ട് പൊട്ടിത്തെറിക്കാനുള്ളതുണ്ട്. അത് ജസ്റ്റ് ഇങ്ങനെ ബബിൾസ് ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചിളക്കുക, കാരണം കയ്യിലൊക്കെ ഈ തിളച്ചത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുമാത്രമല്ല, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിങ്ങനെ നമ്മൾ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇത് അടിയിലൊക്കെ പിടിച്ച് കരിഞ്ഞു പോകാനുള്ള ചൂടായി വരുമ്പോഴേക്കും ഇത് നമുക്ക് പാത്രത്തിലോട്ട് എടുത്ത് വെക്കേണ്ട ഒരു പാത്രത്തിൽ ആദ്യം കുറച്ച് പരന്ന പാത്രത്തിൽ 2 പാത്രത്തിൽ നമ്മളിനി കുറച്ച് എണ്ണ, അതായത് എണ്ണയല്ല നെയ്യ് ഇട്ടിട്ട് നമ്മൾ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ബ്രഷ് കൊണ്ടോ നല്ല രീതിയിൽ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവിടെയും നല്ല രീതിയിൽ വെക്കണം. അതേപോലെ ഈ പാത്രത്തിലും അതെ നല്ല രീതിയിൽ കൈകൊണ്ട് നന്നായി തേച്ച് നല്ല രീതിയിൽ, കാരണം എങ്കിൽ മാത്രമാണ് നമ്മൾ ഈ മാംഗോയുടെ ഈ ചൂടാക്കിയത് ഇതിലൊഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വിട്ട് വരത്തുള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ മാംഗോ പപ്പടിൻ്റെ പ്രിപ്പറേഷൻ എന്താണ്ടോ ഇങ്ങനെ കറക്റ്റ് രീതിയിൽ ഇതിങ്ങനെ ഒട്ടി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിന് പാത്രത്തിലോട്ട് മാറ്റാൻ പോവാണ്. നമ്മൾ നേരത്തെ നെയ്യൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്ന 2 പാത്രമുണ്ട് ഇവിടെ. ഇപ്പോൾ 2 പാത്രത്തിൽ
ഇത് കാരണം കുറച്ച് കട്ടിക്ക് ഒഴിക്കുക നിങ്ങൾക്ക്. കാരണം ഇത് ഉണങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ നല്ല പേപ്പർ പോലെയാവും. നമ്മളെന്തായാലും നല്ല മണമുണ്ട് കേട്ടോ. ഹാ സൂപ്പർ മണം. ഇതൊന്ന് ലെവലാക്കി നമ്മളിതിനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവിടെയും ഉണ്ടല്ലോ നല്ല രീതിയിൽ ഇളകി ഇതെങ്ങനെ നമ്മൾ ദോശയ്ക്കൊക്കെ ഇതാക്കണ പോലെ നെയ്യാക്കിയത് കൊണ്ടുണ്ടോ എല്ലാവിടെയും ഒരവിടെ പോലും ഒട്ടുന്നില്ല. അപ്പോൾ നമ്മളിതിങ്ങനെ ഇനി ഒരു 3 ദിവസം അല്ലെങ്കിൽ 2 ദിവസം മിനിമം 2 ദിവസമെങ്കിലും നല്ല രീതിയിൽ വെയിലത്ത് വെക്കണം. അപ്പോൾ വെച്ചിട്ട് ഇതൊന്ന് നമുക്ക് ഉണക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി കാഴ്ചകളിലോട്ട് കാണാം. അപ്പോൾ 2 ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, വെയിറ്റ് ഫോർ 2 days. അപ്പോൾ നമ്മുടെ മാംഗോ പപ്പട റെഡിയായി അല്ലേ മോൾട്ടി? ഗൈസ്, അപ്പോൾ നമ്മളുണ്ടല്ലോ 2 ദിവസം മുമ്പ് നമ്മൾ മാംഗോ ഒക്കെ റെഡിയാക്കി ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ ഇതുണ്ടോ നമ്മൾ എണ്ണ തേച്ചത് കൊണ്ടോ അതുകൊണ്ടോ പപ്പടം പോലെ. അപ്പോൾ നമ്മുടെ മാംഗോ പപ്പട റെഡി ആയിട്ടുണ്ട് ഇല്ലേ മുത്തേ? എന്താണ് മാംഗോ പപ്പട്? പപ്പടമാണോ? അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഇതിങ്ങനെ എടുത്തിട്ട് ഇതിന് നമുക്ക് സാധാരണ നോർത്ത് ഇന്ത്യക്കാരൊക്കെ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ റോൾ ചെയ്തെടുക്കും. ഇതാണ്ടോ ഇതാ ഇങ്ങനെ റോൾ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് എഡ്ജൊക്കെ വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാൻ അതൊക്കെ ഒന്ന് റോൾ ചെയ്ത് വെക്കട്ടെ ആദ്യം, എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മളുണ്ടല്ലോ ടേസ്റ്റ് നോക്കാൻ പോകണം. നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ ഇതാ അങ്ങനെ സ്ക്വയറിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഭയങ്കര എക്സൈറ്റിങ്ങിലാണുള്ളത്. എങ്ങനെയാണ് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കൂടെ മോൾട്ടി ഉണ്ട് ഇന്നും. മോൾട്ടി നമ്മൾ ടേസ്റ്റ് ചെയ്യണ്ടേ? എന്നാ ഒരു പീസ് കഴിച്ചു നോക്ക്, എങ്ങനെയുണ്ട് നോക്ക്. അച്ചി ഒന്ന് കഴിച്ചു നോക്കാം അല്ലേ? ഓക്കെ. കിട്ടു കേട്ടോ. ആ മധുരവും ആ പുളിപ്പും ആ ഒരു ഇതിൽ മോൾട്ടീൻ്റെ അടുത്ത് ചോദിക്കാം. എങ്ങനെയുണ്ട് മോൾട്ടി? സൂപ്പറായിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ വീട്ടിലും എന്തായാലും നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ മാങ്ങയുടെ സീസണാണ്. എനിക്കിത് ഈ സാധനം നേരത്തെ അറിയത്തില്ല. അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മാങ്ങയുടെ ഇപ്പോൾ സീസണാണ്. ആൾക്കാർ മാങ്ങയൊക്കെ വെറുതെ വീണ് പോവാണ്. അപ്പം നിങ്ങൾ വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് നമ്മുടെ യൂട്യൂബിലൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതെ അല്ലേ? അപ്പോൾ പല ആൾക്കാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ല മുത്തേ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം പറ, എന്നാലല്ലേ നമുക്ക് സപ്പോർട്ട് ഉണ്ടാവുള്ളൂ അല്ലേ? സബ്സ്ക്രൈബ് ചെയ്യണം പറ. ബെല്ലും അടിക്കണം. ബെല്ലും അടിക്കണം. ബെല്ലടിച്ചാൽ മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ അല്ലേ? തലങ്ങനെ ആടരുത്. ഓക്കെ. അപ്പോൾ ഗൈസ് ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം.